രാജപ്പനെയും കൂട്ടി അർച്ചനയെ കാണാൻ നടരാജനും വിശ്വനാഥനും പുറപ്പെടുന്നു. കാർത്തിയായനിയുടെ ഫോണിൽ നിന്നും രേവതിയെ വിളിക്കുന്ന അർച്ചന. രാജപ്പൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കാർത്തിയായനിയെ അറിയിക്കുന്ന ആംബ്രോസ്. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല പെണ്ണെ, എല്ലാം കൈവിട്ടു പോയി. രാത്രി മഴ തുടരുന്നു. ഇതിപ്പോ കുറെ ദൂരം വന്നല്ലേ നമ്മള്. എന്തായാലും ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. എടാ, എനിക്കൊന്ന് കോളാ, ഇങ്ങ് താടാ. സംസാരിച്ചോ? നടരാജൻ സാറിന്റെ കോളാ. ഹലോ സാറേ. താൻ എവിടേക്കാണോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? സ്ഥലം എത്താറായി സാറേ. യാത്ര വെറുതെ ആണെങ്കിൽ മതിയാക്കുന്നത് രാജപ്പൻ നിനക്ക് നല്ലത്. കൊളത്തൂപ്പുഴന്ന് നീ പറഞ്ഞ റൂട്ടിലല്ലേ ഇപ്പൊ കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഇപ്പൊ തെന്മല റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നേ. നീ ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. രാജപ്പൻ നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്കിപ്പോഴും അറിയില്ല. എന്റെ സാറേ, ഞാനൊരു ചതിയും കാണിക്കില്ല. നമ്മൾ വീടെത്തറായി സാറേ. ഉടനെ സാറിന്റെ എല്ലാ സംശയവും തീരും. സാർ ഫോൺ വെച്ചോ. അവൻ കട്ട് ചെയ്തു. അവിടുന്ന് ഇടത്തോട് തിരിയണം. ഇതാ സാറേ വീട്. ഇതേതാ സ്ഥലം? തെന്മല. അർച്ചന താമസിക്കുന്നത് എവിടെയെന്നാ താൻ ഞങ്ങളോട് പറഞ്ഞത്? അത് പിന്നെ എന്താ രാജപ്പ താൻ നിന്ന് പരുങ്ങുന്നേ? അത് സാറേ, അച്ഛൻ കോവിലെന്നാ ഞാൻ പറഞ്ഞത്. അതെ, അവിടെ തന്റെ വകയിലൊരു വല്യമ്മയുടെ വീട്ടിലാണ് അവളെന്നാ താൻ ഞങ്ങളോട് പറഞ്ഞത്. മൊത്തത്തിലൊരു ഉടായ്പുണ്ടല്ലോ അളിയ. സാറേ, നിങ്ങൾക്ക് അവിടെ കണ്ടാ പോരെ? വന്നാട്ടെ സാറേ. ഞങ്ങൾക്ക് അവിടെ കണ്ടാ മതി. വരണം സാറേ. ഇടി കാർത്തേനി, വാതിലോർക്കടി. കാർത്തേനി, ഞാൻ രാജപ്പനാ. എന്താ നിന്റെ പേരെന്താടി? കാർത്തിയായനി. എന്നെ അന്വേഷിച്ച് വന്നാണോ? എന്റെ പൊന്നു സാറുമാരെ, ഞാൻ ആ കച്ചവടം നിർത്തി. നിങ്ങൾക്ക് വേണേ അകത്ത് കയറി നോക്കാം. ഒരു കുപ്പി ചാരായം പോലും എന്റെ വീട്ടിലില്ല. സത്യോ സാറേ ഞാൻ പറയുന്നത്. എന്താടി നിന്റെ കച്ചവടം? അത് പിന്നെ ചാരായ കച്ചവടം നിർത്തി. ചായക്കട മാത്രമേ എനിക്കുള്ളൂ. ഉപദ്രവിക്കല്ലേ സാറേ. എടി, ഇവര് നീ ഉദ്ദേശിക്കുന്ന ആളുകളല്ല, തിരുവനന്തപുരത്ത് വന്നവരാ. അപ്പൊ പോലീസ് അല്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നീ വെറുതെ അതും ഇതും പറയാതെ അർച്ചനെ ഇങ്ങോട്ട് വിളിക്ക്. അവളെ കാണാനാ ഇവര് വന്നത്. അർച്ചനയോ? അതാരാ? എടി നീ അല്ല, നിങ്ങളാരാ? ആടിനെ പട്ടിയാക്കുന്നോടി. എടി പെണ്ണിനെ വിളിക്കടി. എന്നെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എനിക്ക് നിങ്ങളെ ആരെ അറിയില്ല. കാർത്തിയായനി എന്ന് പറഞ്ഞ ഞാനാ. പിന്നെ കള്ളു കാർത്തിയായനി എന്ന് പറഞ്ഞ ഇവിടെ എല്ലാരും അറിയും. നിങ്ങൾക്ക് വീട് തെറ്റിപ്പോയതാ. വെറുതെ നമ്പർ ഇറക്കാതെ പെണ്ണെ വിളിക്കുക. എന്റെ വീട്ടിൽ വന്ന് എന്നെ പേടിപ്പിക്കുന്നു. ആരുടെ കാര്യമാണോ താൻ പറയുന്നേ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. താൻ ആരാ? എന്നെ തനിക്ക് എങ്ങനെ അറിയാം? എടി, നീ പെണ്ണിനെ വിളിക്കുന്നില്ലയോ? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. കാർത്തിയായനി കൂട്ടിക്കൊടുപ്പുകാരിയാണെന്ന് കരുതിയോടാ? ആരോടോ നിന്നോടൊക്കെ പറഞ്ഞത് കാർത്തിയായനി പെൺവാണിപ്പം നടത്തുന്നെന്ന്? എല്ലാം ഇപ്പൊ ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. നിങ്ങളൊന്ന് അടങ്ങ്, ഞങ്ങൾ അത്തരക്കാരല്ല. പിന്നെന്തിനാ പെണ്ണ് ചോദിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഞാനിപ്പോ ആളുകളെ വിളിച്ചു കൂട്ടും. ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പെൺകുട്ടിയെ ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു. അവളെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഇയാളെ കാണുന്നത് തന്നെ ഇപ്പോഴാ. അയ്യോ, ഇവിടെ ഞാൻ മാത്രമേ താമസമുള്ളൂ.
ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും അത് പറയും. എടി നീ അപ്പൊ നിങ്ങൾ ഇവരെ പറ്റിച്ചാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്കാം. അയ്യോ അവളെ വീട്ടിലുണ്ട് സാറേ, ഞാൻ പിടിച്ച് മുന്നിൽ കൊണ്ടുവരാം. മാറി നിൽക്കണേ. നിക്കണോ അവിടെ? ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി എന്ത് തോന്നിവാസം കാണിക്കാമെന്ന്. നിക്കണോ അവിടെ? നിങ്ങളും പോയി നോക്കണം. ഇറങ്ങി പോടോ ഇങ്ങോട്ട്. മാറി അവിടെ നോക്കടാ. ഒരുത്തരും ഇവിടുന്ന് പോവില്ല. എല്ലാത്തിനും ഞാൻ പിടിപ്പിക്കും. മുറിയുടെ മുന്നിൽ നിന്ന് മാറിയിക്കണേ. ഇല്ല, ഈ മുറി കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ ഈ മുറിക്കത് തന്നെ ഉണ്ട്. പിടിച്ച് മാറ്റോളെ. എടി മാറടി ഇങ്ങോട്ട്. മാറ്. അർച്ചനെ, എടി അർച്ചനെ, അർച്ചനെ, അവിടെ ഉണ്ടോ നോക്ക്. അർച്ചനെ, എടി അർച്ചനെ, അർച്ചനെ. ഇവന്മാരെല്ലാം കൂടെ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്? അർച്ചനെ, സാറേ അവിടെ മുഴുവനും നോക്കി, അവിടെ എങ്ങും ആരുമില്ല. സാറേ അവളും എന്റെ വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിച്ച ഏത് വലിയവരാണെങ്കിലും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അയ്യോ നാട്ടുകാരെ ഓടി വായോ, എടി. എന്നെ പീഡിപ്പിക്കുന്നേ. അയ്യോ ഓടി വായോ നാട്ടുകാരെ, പളനി, ഓടി വായോ. അവളെ നിന്ന്. എടാ, വിടരുത്. അയ്യോ, സാറേ വീട്ടിലെ ഇതേവളെ നാട്ടുകാരെ ഓടി വായോ. മിണ്ടാതിരിക്കടി. സാറേ അത് മുന്നേ ഇവള് പറഞ്ഞ കള്ളോ സാറേ. നിർത്തടാ, മിണ്ടരുത്. പൊക്കിയെടുത്തോണ്ട് പോടാ ഇവനെ. ആടാ ഇങ്ങോട്ട്. സാറേ ഇവള് പറഞ്ഞ കള്ളോ സാറേ. ഇവിടെ എന്താ പ്രശ്നം? എന്താണെന്ന് അറിയില്ല. സാറേ വണ്ടി കേടാ. പറഞ്ഞ സാറ് കേക്ക്. ഞങ്ങള് പോലീസുകാരാ. എന്താ സാർ? ഈ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയെ അറിയോ? അത് കള്ള് കാർത്തിയാനിയാ സാറേ. അവക്കൊരു ചായക്കടയുണ്ട്. നിങ്ങളുടെ വീട് എവിടെ? ദാ അവിടെ സാറേ. ഇവിടെ കാർത്തിയനെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അവക്കൊരു സഹായിയുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവളല്ലാതെ സ്ത്രീകൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, കാർത്തിയാനി തനിച്ചാ താമസം. ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളാരും കണ്ടിട്ടില്ല സാറേ. വേറെ ആരുമില്ല സാറേ, അവൾ ഒറ്റ തടിയാ. ഉറപ്പാണല്ലോ? ഞങ്ങളിവിടെ താമസിക്കുന്നില്ല സാറേ. നടരാജ വണ്ടി കയറി. അർച്ചനെ അവർ കൊണ്ടുപോയി ചേച്ചി. കാർത്തിയായനിയുടെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അവളെ ആരും കൊണ്ടുപോകത്തില്ലടാ. അവന്മാര് വീട്ടിൽ കയറി നോക്കിയില്ലേ? പിന്നെ നോക്കാതെ എല്ലായിടും അരിച്ചു പെറുക്കി നോക്കി. എന്നിട്ട് അർച്ചനെ കണ്ടോ? എടാ, നിന്റെ വിളി വന്ന ഉടനെ ഞാൻ അവളെ ഇന്ദുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ അവിടെ ഉണ്ട്. അത് നല്ല ബുദ്ധി തന്നെ ചേച്ചി. എന്തായാലും കൊച്ചിന്റെ അവകാശികളെ ഒന്ന് നേരി കാണാൻ പറ്റും. അവരെ ഒന്ന് കണ്ടിരിക്കണമെന്ന് ഞാനും കരുതിയതാണ്. സാറേ എന്നെ തല്ലല്ലേ സാറേ, എനിക്ക് അബദ്ധം പറ്റി പോയാ സാറേ. സാറേ എണീക്കടാ അങ്ങോട്ട്. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? സാറിനോട് ക്ഷമിക്കണം. അർച്ചന ഇപ്പൊ എവിടെ ഉണ്ടടാ? അവള് തെങ്കാശിയിലുണ്ട് സാറേ. നല്ലൊരു പയ്യന അവളെ കെട്ടിക്കൊണ്ട് പോയത്. അവന്റെ കൂടെ അവള് സുഖമായിട്ട് ജീവിക്കുന്നു സാറേ. എന്നാണ് അവളുടെ കല്യാണം കഴിഞ്ഞത്? സാറ് വീട്ടിൽ വന്ന് പോയതിന്റെ 3-ാം നാള്. അപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും നീ അവളുടെ കല്യാണം നടത്തി അല്ലടാ? ഞാനൊരു കള്ളം പറഞ്ഞതാ സാറേ. അവള് ഗർഭിണിയായിരുന്നില്ല സാറേ. ഈ പറയുന്നത് സത്യമോ സാറേ? ആദ്യം ഉറപ്പിച്ച കല്യാണം നീ മാറ്റിവെച്ചത് എന്തിനാടാ? സുധു സാറിന്റെ കല്യാണം നടക്കുമ്പോൾ തന്നെ അർച്ചനയുടെ കല്യാണം നടക്കണമെന്ന് വിശ്വനാഥൻ സാറ് പറഞ്ഞപ്പോ ഞാനൊരു കള്ളം പറഞ്ഞതാ സാറേ. പെട്ടെന്നൊരു പയ്യനെ കണ്ടെത്താനും കഴിഞ്ഞില്ല. സാറിനെ വിശ്വസിപ്പിക്കാനാ ഞാൻ കല്യാണക്കുറി ഉണ്ടാക്കിയത്. അപ്പൊ സുധിയുടെ കല്യാണ തലേന്നാൾ അർച്ചന സുധിയെ വിളിച്ചതോ? കാശിനുള്ള ആർത്തി കൊണ്ട് കഷ്ടകാലത്തിന് എന്റെ മനസ്സിൽ തോന്നിപ്പോയതാ സാറേ. കല്യാണത്തലേന്ന് ഒരു പെണ്ണിനെ കൊണ്ട് എന്റെ ഫോണിൽ നിന്ന് സുധി സാറിനെ വിളിപ്പിച്ചതാ. ഈ വിവരം അറിഞ്ഞ സുധി സാറ് വിരണ്ടു പോകുമെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും പിറ്റേന്ന് സുധി സാറിന്റെ കല്യാണം നടക്കും.
നിങ്ങളറിയാതെ സുധി സാറിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു തുക കൈക്കലാക്കാമെന്ന് ഞാൻ കരുതി. അതിനാ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിപ്പിച്ചത്. അർച്ചനയ്ക്ക് വിളിക്കണമെങ്കിൽ അവളുടെ കയ്യിൽ ഫോണുണ്ട്. പക്ഷേ എൻ്റെ കണക്കൂടലൊക്കെ തെറ്റി ഫോൺ എടുത്ത് സുധി സാറായിരുന്നില്ല. വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കധികം തലയൂരാൻ കഴിയാതെ വന്നു. പിന്നെ കിട്ടുന്ന കാശ് വാങ്ങാമെന്ന് ഞാനും കരുതി. അബോഷൻ നടക്കില്ലെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാ സാറേ. അന്ന് ഞാൻ കാണാൻ വന്നപ്പോ പ്രഗ്നന്റ് ആണെന്ന് അർച്ചന സമ്മതിച്ചതോ? അവിടുന്ന് ആരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാറ് വന്ന കള്ളക്കളി പൊളിയുമെന്ന് ഞാൻ ഭയന്നു. അർച്ചനയോടും വീട്ടുകാരോടും എനിക്കത് പറയേണ്ടി വന്നു സാറേ. അവളുടെ കല്യാണത്തിന് 3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭാര്യ കാല് പിടിച്ച് കരഞ്ഞ അവളെ സാറിൻ്റെ മുന്നിൽ എത്തിച്ചത്. 1 മാസം കൂടി കഴിഞ്ഞിട്ട് നാട് വിട്ടു പോകാനായിരുന്നതാ സാറേ ഞാൻ. സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഒരു തെറ്റുപറ്റി പോയി സാറേ. 2 പെമ്മക്കളാ സാറേ എനിക്ക്. ഞാൻ വാങ്ങിയ പണം തിരിച്ചു തരാം സാറേ. ആ 15 ലക്ഷം രൂപ ഞാൻ ഒരു ബാങ്ക് ഇട്ടിരിക്കുക. ഞാൻ കൊണ്ടുവരാം സാറേ. സാറേ, എന്നെ വെറുതെ വിടണം. എനിക്ക് മാപ്പ് തരണം സാറേ. അർച്ചനച്ചി, കാർത്തേച്ചി അവിടെ ഉണ്ടോ മോളെ? അവരും ആംബ്രോസേട്ടനും അവിടെ തന്നെ ഉണ്ട്. എക്സൈസുകാർക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അതിന്റെ ദേഷ്യ അവർ തീർത്തിട്ട് പോയത്. കാർത്തേച്ചിയെ കൊണ്ടുപോയില്ല എന്നറിഞ്ഞത് തന്നെ ഭാഗ്യം. വാതിലൊക്കെ ചവിട്ടി തുറന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ നാണം കെട്ട ബിസിനസ് ഒന്ന് നിർത്താൻ ചേച്ചി അവരോടൊന്ന് പറയണം. എന്തെല്ലാം ജോലികൾ വേറെയുണ്ട്. എന്റെ അമ്മ കൂലിപ്പണിക്കല്ലേ പോകുന്നത്. കാർത്തേച്ചി വേറെന്തേലും പറഞ്ഞ മോളെ? ചിലപ്പോ അവര് വീണ്ടും വരുമെന്ന് പറഞ്ഞു. ചേച്ചിയെ വന്ന് വിളിക്കുന്നത് വരെ ഇവിടെ ഇരിക്കാനും പറഞ്ഞു. അത് തന്നെയാ നല്ലത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാ ചേച്ചി അവരോട് പറയരുത്. മോള് പറയൂ. ഇനി ചേച്ചി ആ വീട്ടിൽ നിൽക്കരുത്. രാത്രിയാണ് റെയ്ഡ് നടന്നതെങ്കിൽ ചേച്ചി എന്ത് ചെയ്തേനെ? ചേച്ചിയോട് വരുന്നവര് മോശമായി പെരുമാറില്ലേ? പിന്നെ കാർത്തേച്ചിയെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ചേച്ചി അറിയാതെ അവര് വീട്ടിൽ ചാരായം കൊണ്ട് വെക്കും. എക്സൈസുകാര് ഈ അവസ്ഥയിൽ ചേച്ചിയും പിടിച്ചോണ്ട് പോകും. ചേച്ചിയെ വിഷമിപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ആപത്ത് ചെന്ന് ചാടാതിരിക്കുന്നതല്ല നല്ലത്. ഞാൻ എങ്ങോട്ട് പോവാനാ മോളെ? ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ച് വിവരം പറ. ഇതൊക്കെ കേട്ടാ ചേട്ടൻ ചേച്ചി ഇവിടെ നിർത്തില്ല. അല്ലെങ്കിൽ ലീവ് എടുത്ത് വരാൻ പറ. നിങ്ങൾ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കണം. സമാധാനമല്ലേ ചേച്ചി ജീവിതത്തിൽ ഏറ്റവും വലുത്? എന്ത് പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ ചേട്ടന് പെട്ടെന്നൊന്നും ലീവ് കിട്ടില്ല. അതല്ലേ എന്നെ മാത്രം ഇങ്ങോട്ട് അയച്ചത്. നിങ്ങക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ലേ? അതുണ്ട്. പക്ഷെ അവിടെയൊന്നും ചെന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല മോളെ. എന്തായാലും ചേച്ചി ചേട്ടനെ വിളിച്ചൊന്ന് വിവരം പറയണം. ചേച്ചി ഇരിക്കെ, ഞാൻ പോയി കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. രായപ്പഞ്ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ലേ ചേച്ചി? അയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നടാ. ചെവള വൃത്തികെട്ടവനാണെങ്കിലും അവനൊരു നേരും നെറിയുണ്ട്. രായപ്പൻ അതുപോലല്ല. 10 കാശ് എവിടെ കൂടുതൽ കിട്ടോ അങ്ങോട്ട് മലക്കം മറിയോ അയാൾ. SP കൂടുതൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞു കാണും. അത് കേട്ട അയാൾ ചെവള വെട്ടിയതാ. അതിനുള്ള തിരിച്ചടി നമ്മൾ കൊടുത്തില്ലേടാ. രായപ്പൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഞാൻ ഇങ്ങനെ കൈമലർത്തുവന്നു. ഇനി അർച്ചനയുടെ അവകാശം പറഞ്ഞ് ഒരുത്തന് ഈ വഴിക്ക് വരത്തില്ല. അങ്ങനെ പെട്ടെന്നൊന്നും അയാളെ ഒഴിച്ചുവിടാൻ പറ്റില്ല. SP കൂട്ടരും വിശ്വസിച്ചാലും രായപ്പഞ്ചേട്ടൻ അടങ്ങിയിരിക്കുവോ? അയാൾ അർച്ചനെ ചോദിച്ച് വീണ്ടും വരില്ലേ?
രായപ്പന് പണി കൊടുക്കുന്നതേ ഇനി ആ SP യാ. പെണ്ണ് എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞേ കാശ് കുറെ പറ്റിയതാ അയാള്. ആട് കിടന്നിടത്ത് പൂടയില്ലെന്ന് പറഞ്ഞതുപോലെ ആയില്ലേ കാര്യങ്ങള്. രായപ്പൻ ചേട്ടനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചേച്ചി പറ. അയാൾ ഈ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയ പെണ്ണാ. അതിന് നമ്മൾ സമാധാനം പറഞ്ഞേ പറ്റൂ. എന്ത് സമാധാനമാടാ ഞാൻ പറയേണ്ടത്? അയാൾ അവളെ ഇവിടെ കൊണ്ടുവിട്ടതിന് തെളിവുണ്ടോ? വീട്ടുകാരെ പോലും പറ്റിച്ചിട്ടല്ലേ അയാൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, രായപ്പൻ എന്നെ എന്ത് ചെയ്യുമെന്നാ നീ പറയുന്നത്? ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അയാൾ ഇവിടെ കേറി വന്ന് മുട കാണിച്ച ഞാൻ ചെവളെ ഇങ്ങ് വിളിച്ചു വരും. ചെവള അയാളുടെ കൈയും കാലും ചവിട്ടി ഒടിച്ച് ഡാമിൽ തള്ളും. ചെവളയുടെ ധൈര്യത്തിലാ ഞാനിപ്പോ കളിക്കുന്നത്. ചേച്ചി പറയുന്നത് ശരിയാ. നമ്മുടെ ബലം ചെവള തന്നെയാ. ചെവള വരേണ്ടി വരില്ലടാ. ആ SP തന്നെ രായപ്പന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. രായപ്പൻ ഇനി തലപൊക്കും. അതിന് കഴുത്തിൽ തലയുണ്ടായിട്ട് വേണ്ടേ? ആ പെണ്ണിനെ വെച്ച് രായപ്പൻ കാശ് തട്ടിയാണെന്ന് SP കരുതി. എങ്കിൽ എവിടെയോ കൊണ്ടുപോയി രായപ്പൻ ചേട്ടന് പണി കൊടുത്തിട്ടുണ്ട്. അർച്ചന രാത്രി വരെ ഇന്ദുവിന്റെ വീട്ടിലിരിക്കട്ടെ. പിന്നെ രായപ്പൻ എന്തു പറ്റിയെന്ന് അറിയണമല്ലോ. നീ ഒന്ന് നോക്കിട്ട് വാ. ശരി ചേച്ചി, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ആ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ആരുമില്ല എവിടെയെങ്കിലും. അയ്യോ, ഒന്ന് വരണേ. അയ്യോ, രായപ്പൻ ചേട്ടന് പണി തന്നിട്ട് അവർ പോയോ? നീയാണോ അമ്രോസേ? അവള് പറഞ്ഞു വിട്ടാണോ നിന്നെ? കാർത്തു വെച്ച് അങ്ങനെയാ. ശത്രുവാണേലും കൈവിട്ടുകളയില്ല. എന്താ പറ്റിയേ? നന്നായിട്ട് കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. ഇപ്പൊ രായപ്പൻ ചേട്ടൻ മനസ്സിലായില്ലേ? കാര്യങ്ങൾ തീരുമാനിക്കുന്നത് SP-യും ചെവളയൊന്നുമല്ല, അത് കാർത്തു വെച്ചിയാ. പെണ്ണിനെ അവിടെ നിന്ന് മാറ്റിയെന്ന് കരുതി ജയിച്ചു കഴിഞ്ഞെന്ന് കരുതണ്ടടാ. പെണ്ണിനെ രാജപ്പന്റെ മുന്നിൽ അവള് കൊണ്ടുവരും. എന്നാ ഇവിടെ ഇരുന്നോ, അർച്ചനെ കൊണ്ട് കാർത്തു വെച്ച് ഇങ്ങോട്ട് വരും. ഇപ്പൊ അങ്ങനെ എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോടാ. കാശ് വേണമെങ്കിൽ തരാടാ. എനിക്ക് ഈ ഓട്ടം വേണ്ട. ഈ ഭാഗത്തൊന്നും ആരും വരത്തില്ല രായപ്പെട്ടനെ രക്ഷിക്കാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. ഒരു കണക്കിന് അതാ വേണ്ടത്. കാണാത്ത മട്ടി പോരടാ. നിനക്ക് നാളെ ഇതുപോലൊരു അവസ്ഥ വരോടാ. എന്താടാ, അയാളെ പറ്റി വല്ല വിവരവും കിട്ടിയോ? ഡാമിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കിടപ്പുണ്ട്. ചവിട്ടിക്കൂട്ടി കളഞ്ഞിട്ട് അവന്മാരമാരെ പാട്ടിന് പോയി. എണീക്കാൻ പോലും പറ്റാതെ കിടക്കുക ചേച്ചി. ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞ് കരയുന്നു. കൊള്ളാം, ആ പരുവത്തിലായോ? എന്ത് ചെയ്യണം ചേച്ചി? നീ നിന്റെ പാട് നോക്കി പോടാ. കുറെ കഴിയുമ്പോ അയാൾ എഴുന്നേറ്റ് പൊക്കോളൂ. അബ്രോസേ, നീ എന്നെ കളഞ്ഞിട്ട് പോലടാ. ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകൂടാ. നിങ്ങളെ ഞാൻ ആശുപത്രിയിൽ എത്തിക്കാം. പക്ഷേ കാർത്തു വെച്ചിട്ട് വീട്ടിൽ നിങ്ങൾ ഇനി വരരുത്. നീ എന്നെ ഒന്ന് പിടിക്ക. ഇതിൽ പരൊരു നാണക്കേട് നമുക്കിനി വരാനില്ല. ഒരു ലോറി ഡ്രൈവറുടെ വലയിൽ നമ്മൾ വീണു. പുറത്താരെങ്കിലും അറിഞ്ഞാ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് എവിടെയാണ് ഈ പഴച്ചു പോയത്? എന്റെ വിശ്വാസം നേടിയെടുക്കാൻ ആദ്യം തന്നെ അവന് കഴിഞ്ഞു. അതവൻ മുതലെടുത്തു.
അതിനേക്കാൾ വേദന ഉണ്ടാക്കുന്നത് മറ്റൊന്നാണ്. സുധിയുടെ വാക്കുകൾ സത്യമായിരിക്കുന്നു. അവൻ പറഞ്ഞത് നമ്മളാരും വിശ്വസിച്ചില്ല. പ്രതികാരം ചെയ്യാണെന്ന് കരുതി. നിരഞ്ജൻ അവന് വേണ്ടി വാദിച്ചപ്പോഴേ നമ്മളത് ഊഹിക്കേണ്ടതായിരുന്നു. സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാ അവൾ അവന്റെ ഭാഗത്ത് നിന്നത്. അവളോടതെനിക്ക് പറയാൻ തോന്നിയത് നല്ല സമയത്താ. ശരിയാ, അളിയന് ഞാനും വിലക്കിയതാ. നമ്മുടെ കണ്ണു തുറപ്പിച്ചത് നിരഞ്ജനയാ. അല്ലായിരുന്നെങ്കിൽ രാജപ്പൻ ഈ തട്ടിപ്പ് വീണ്ടും വെച്ച് നടത്തിയനെ. അവനും കുടുംബവും നാടുവിടാനുള്ള തീരുമാനത്തിലായിരുന്നു. അവൻ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സുധിയുടെ കുഞ്ഞ് എവിടെയോ വളരുന്നെന്ന വിശ്വാസത്തിലും ഭയത്തിലും നമുക്ക് കഴിയേണ്ടി വന്നേനെ. അപ്പൊ സുധിയോടുള്ള അളിയന്റെയും ജയതിയുടെയും അകൽച്ചയും വർദ്ധിച്ചേനെ. ഒരു കണക്കിന് സത്യം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞത് ഭാഗ്യമെന്ന് വേണം കരുതാൻ. പക്ഷേ രാജപ്പനെ വച്ചോണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. കൊന്നുകളയേണ്ടതായിരുന്നു. ഇതിവിടം കൊണ്ട് തീർന്നില്ല നടരാജ. എനിക്കിത് സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യവുമല്ല. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം മുഴുവനും ഞാൻ തിരിച്ചു പിടിക്കും. അവനെ അവന്റെ കുടുംബത്തിനെയും ഞാൻ പെരുവഴിയിൽ ഇറക്കിവിടും. ജയന്തിയ, ഇപ്പൊ അവളോടൊരു മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. വാ പോ. നിക്ക്, ഞാൻ പോയിട്ട് പോരാ. എടി കാർത്തിയാനി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി വാതിൽ തുറക്കാൻ. എടി കാർത്തിയാനി, ഇറങ്ങി വരാനാ പറഞ്ഞേ. വാതിൽ തുറക്ക്. നിനക്കിനെ അറിയില്ലല്ലേടി? കണ്ടോന്റെ ഒക്കെ തല്ലും മേടിച്ചോണ്ട് വന്ന് നിന്ന് കുരയ്ക്കുന്ന കണ്ടില്ലേ? നീ അവളെ എവിടേക്കാടി മാറ്റിയത്? ഏതവളുടെ കാര്യം നിങ്ങൾ പറയുന്നത്? എവിടേക്കാ നിങ്ങൾ കേറി പോകുന്നേ? അവിടെ നിൽക്കാൻ. എവിടെ പോന്ന്? നിൽക്കാനല്ലേ പറഞ്ഞത്? വെറുതെ വന്ന് കേറിക്കോളും മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ. താൻ കേറി നോക്കിട്ട് എന്തായി? ഇറങ്ങണോ എന്റെ വീട്ടിൽ നിന്ന്? എന്റെ കയ്യിൽ നിന്ന് കാശ് എന്നെ കൊടുത്ത് ഞാൻ വാടകയ്ക്കെടുത്ത വീടായത്. ഇറങ്ങോടി ഞാൻ. ആംബ്രോസിന്റെ പേരിലാ ഈ വീടിന്റെ അഗ്രിമെന്റ്. ഇറങ്ങിപ്പോടോ നിന്ന് താളം ചവിട്ടാതെ. ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയ പെണ്ണിനെ കൊണ്ട് ഞാൻ പോവും. താൻ കൊണ്ടാക്കിയ പെണ്ണിനെ അവകാശി വന്ന് കൊണ്ടുപോയി. ഏത് അവകാശം അവക്ക്? അവളെ കൊടുക്കാന്ന് പറഞ്ഞ് ഒരുത്തന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത് മറന്നുപോയി. ഇന്നലെ ചെവള വന്ന് അവളെ കൊണ്ടുപോയി.